ഞാൻ പഠിച്ച സ്കൂൾ അത് ഇന്നില്ല. ദേവി വിലാസം എലമെൻ്ററി സ്കൂൾ എന്നാണ് അതിൻ്റെ പേര്. ഉച്ചയ്ക്ക് വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോകാത്ത ഏക വിദ്യാർത്ഥി ടി പത്മനാഭനായിരുന്നു. ഏക വിദ്യാർത്ഥി. എങ്ങനെ വിശപ്പടക്കി? അടുത്ത വീട്ടിലെ കിണറ്റിലെ നല്ല ഒന്നാം തരം വെള്ളം അവിടുന്ന് ആവോളം വെള്ളം കുടിക്കും. ഇതാണ്. അന്നും ഒരു വിഷമം തോന്നിയിട്ടില്ല. എന്തിനാ ജീവിക്കുന്നത്, ഇതെങ്ങനെ, അങ്ങനെ അന്നും തോന്നിയിട്ടില്ല. ഹൈസ്കൂളിൽ ഏതാണ്ട് എത്തുമ്പോൾ ദാരിദ്ര്യം നീങ്ങി നല്ല നില എത്തിക്കഴിഞ്ഞിരുന്നു. ഏട്ടൻ്റെ പരിശ്രമം മൂലം എത്തിക്കഴിഞ്ഞിരുന്നു. കോളേജിൽ പോയത് ഏറ്റവും മികച്ച കോളേജിലാണ്. ബ്രണ്ണൻ കോളേജിലൊന്നും പഠിച്ചിട്ടില്ല. അതിൻ്റെ ഗുണം എനിക്കുണ്ട്. എൻ്റെ ജ്യേഷ്ഠൻ പറഞ്ഞത്, നീ പോകുന്നുണ്ടെങ്കിൽ ഒരു നല്ല കോളേജ് പോകണം. ബ്രണ്ണൻ കോളേജ് ഒരു വലിയ ഹൈസ്കൂള് മാത്രം. സത്യത്തിൽ ഒന്ന് ആലോചിച്ച് നോക്ക്, ബ്രണ്ണൻ കോളേജ് ഒരു വലിയ ഹൈസ്കൂളല്ലേ. കണ്ണൂരിലുള്ള കുബേരന്മാരെ മക്കൾ, പള്ളിക്കുന്ന് തന്നെയുള്ള കുബേരന്മാരെ മക്കളും കണ്ണൂരിൽ ടൗണിലുള്ളവരും ഒക്കെ ബ്രണ്ണൻ കോളേജിലാണ് പോകുന്നത്. രാവിലത്തെ ഒരു ട്രെയിനുണ്ട്, ഷട്ടിൽ വണ്ടി, അതിൽ കയറി അവിടേക്ക് ഇറങ്ങും. ഉച്ച തിരിഞ്ഞ് അതേപോലെ മറ്റൊരു ഷട്ടിൽ വണ്ടിയിൽ ഇങ്ങോട്ടും വരും. ഒരു വലിയ ഹൈസ്കൂള്. യു ആർ നോട്ട് എക്സ്പോസ്ഡ് ടു ദ വൈഡർ ഔട്ട്സൈഡ് വേൾഡ്. ഇല്ല. അന്ന് തെക്കേ ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ 3 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മദ്രാസ് സിറ്റിയിൽ പ്രസിഡൻസി കോളേജ്, ഇവിടെ തിരുച്ചിറപ്പള്ളിയിൽ സെൻറ്റ് ജോസഫ് കോളേജ്, ഏറ്റവും പ്രശസ്തമായിട്ടുള്ള, ഇന്ത്യ മുഴുവൻ പ്രശസ്തമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ. പിന്നെ മംഗലാപുരത്ത് ആകെ 3 കോളേജാണ്. ആകെ 2 കത്തോലിക്ക ചർച്ചിൻ്റെ, സെയിൻറ്റ് അലോഷ്യസ് ആൺകുട്ടികൾക്ക്. ഇതേ ചർച്ചിൻ്റെ തന്നെ സെൻറ്റ് ആഗ്നസ്, അത് പെൺകുട്ടികൾക്ക്. പിന്നെ ഗവൺമെൻറ് കോളേജ്. ഞാൻ 4 കൊല്ലം പഠിച്ചത് ഗവൺമെൻറ് കോളേജിലാണ്. ഞാൻ പഠിക്കുമ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ അടുത്ത കൊല്ലമാണ് ഞാൻ അവിടെ പോയത്. സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ അടുത്ത കൊല്ലം. അന്ന് അവിടെ എൻ്റെ ഒപ്പം എൻ്റെ കോളേജിലുള്ള കുട്ടികളെ പറയാം, തമിഴൻ, കർണാടക നാട്ടിലാണ്, തമിഴൻ, തെലുങ്കൻ, കർണാടകക്കാരൻ, മലയാളി. ഈ ഭാഷാടിസ്ഥാനത്തിലുള്ള സ്റ്റേറ്റുകൾ അന്ന് വന്നിട്ടില്ല. ഭാഷാടിസ്ഥാനത്തിലുള്ള തെക്കേ മദ്രാസ് പ്രസിഡൻസിയിൽ ഈ ഭാഷകളൊക്കെ ഉണ്ട്. അവിടെ നിന്നൊക്കെ കുട്ടികൾ വന്നിരിക്കുന്നു. ഇതേപോലെ തന്നെ ആയിരിക്കണം അപ്പുറം സെൻറ്റ് അലൂഷ്യസിലും സെൻറ്റ് ആഗ്നസിലും. മംഗലാപുരം അന്നേ വലിയ സിറ്റിയാണ്. തെരുവിലൂടെ നടക്കുമ്പോൾ മുഴുവൻ കാണുവാൻ കുട്ടികളെയാണ്, സ്റ്റുഡൻസിനെയാണ്, പഠിക്കാൻ വന്ന സ്റ്റുഡൻസിനെയാണ്. എല്ലാ ഭാഷയിലും അവർ സംസാരിച്ച് പോകുന്നുണ്ടാവും. 4 കൊല്ലം അവിടെയാണ് പഠിച്ചത്. അതിൻ്റെ ഗുണം എനിക്ക് കിട്ടി. പിന്നെ 3 കൊല്ലം പഠിക്കാൻ പോയത്, ആ സമയത്തൊക്കെ ഇല്ലായ്മ കംപ്ലീറ്റ് പോയി. ആ സമയത്ത് പിന്നെ 3 കൊല്ലം മദ്രാസിൽ, അതും സുഖമായിട്ട് വീടെടുത്തിട്ടാണ് താമസിച്ചത്. ഞങ്ങൾ 4 ആൾക്കാർ കൂടി വീടെടുത്തിട്ടാണ് താമസിച്ചത്. മംഗലാപുരത്തും അതുപോലെ തന്നെയാണ് ചെയ്തത്. ബാല്യത്തിൻ്റെ ഓർമ്മകൾ ഇതൊക്കെയാണ്.